ഇതാണ്ട് എൻ്റെ മക്കളെ, ഇന്നത്തെ ഈ ഒരു ഐറ്റം നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിച്ചാണ്ടല്ലോ, നിങ്ങൾ ഇതിൻ്റെ അഡിക്റ്റഡ് ഫാനായി മാറും. കാരണം എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് അക്കിലോമ ഇക്കിലി എന്ന് പറയുന്ന ഒരു ഗോവക്കാരി സുന്ദരിയാണ്. ഇവളുടെ വല്യപ്പൂപ്പും പണ്ട് സൈക്കിളിൽ നിന്ന് വീണ് മരിക്കുന്നതിന് മുമ്പ് ഇവർക്ക് പറഞ്ഞു കൊടുത്ത റെസിപ്പിയാണ്. ആ റെസിപ്പിക്ക് നമ്മൾ കൂന്തൽ വൃത്തിയാക്കി ആദ്യം കുറച്ച് മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ പുരട്ടി മാറ്റി വെക്കണം. പിന്നെ ചെറുള്ളിയാണ് ഇതിൻ്റെ മെയിൻ. ആദ്യം തന്നെ നമ്മുടെ ദേശീയ ഉള്ളി വെച്ച് നമ്മുടെ താടിക്കാരനെ പോലെ എണ്ണ ഒഴിച്ച് വെച്ച് ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇത് പോർച്ചുഗീസ് റെസിപ്പിയാണ്, നിങ്ങൾക്ക് നാടനായിട്ട് തോന്നും. തേങ്ങാക്കൊത്ത് മുഴുവൻ കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മട്ടൻ മസാല, ഇടുക്കി ഗോൾഡ് അഥവാ കുരുമുളക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ കുക്കറിനകത്തേക്ക് ആ കൂന്തലെല്ലാം കൂടെ വെച്ചിട്ട് ഈ മസാല കൂടെ ഇട്ടേച്ച് ഒരു ലിറ്റർ വെള്ളം കൂടെ, 5 കിലോ കൂന്തലാണ് കേട്ടോ, 1 ലിറ്റർ വെള്ളം കൂടെ ഒഴിക്കുക. വീസിലെടുപ്പിക്കുക. എത്ര പണിയുള്ളൂ. പിന്നെ അടുത്ത ദേശീയ ഉരുളി പിന്നെയും വെക്കുക. ഈ കുക്കറിലെ സാധനങ്ങൾ മുഴുവൻ അതിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷമാണ് ഇതൊരു തിള വരുമ്പം നല്ല ഓറഞ്ച് ജ്യൂസ്, നല്ല പുളിയുള്ള ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ആഹാ, ഇപ്പം തന്നെ ഇതിനകത്ത് നിന്നൊരു മണം അങ്ങ് വന്നു തുടങ്ങും. ഇനി ഇതിനകത്ത് അടുത്തൊരു പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു പ്രധാന സാധനം ചേർക്കണം. അതാണ് കായം നല്ലപോലെ ഇട്ട് കൊടുക്കുക. ശേഷം കുറച്ച് മല്ലിയില അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്നുകൂടെ ഇളക്കി വിട്ടേക്കുക. നല്ല ചൂടല്ലേ. ഇനി ഒരു ഇച്ചിരി എടുത്ത് അങ്ങോട്ട് ടേസ്റ്റ് നോക്കണം. എൻ്റെ പൊന്നടവേ, ഒരു രക്ഷയില്ലെന്നുള്ളത് നമ്മുടെ ചങ്കിനും കൊടുക്കണം ഇച്ചിരി. അവനും പറയാം അടിപൊളിയാന്നുള്ള കാര്യം. തീരുന്നില്ല. ഇനി ഇതിനകത്തേക്ക് ശകല ഇടുക്കി ഗോൾഡ് അഥവാ കുരുമുളക് ചേർക്കുക. ഒരു ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ടാൽ ചങ്ങ അടച്ച് ദം കെട്ടി വെക്കുക. ആ സമയത്ത് നല്ല ചോറിനകത്തേക്ക് നല്ല മൂവാണ്ടമാങ്ങ, ചെനച്ച മൂവാണ്ടമാങ്ങയുടെ അച്ചാറൂടെ ഇട്ടേച്ച് വേണ്ട ആ പാത്രം അങ്ങ് തുറക്കണം. ആ ഒരു കുറച്ച് നേരം ഇരുന്ന് ആവി പിടിച്ചതിന് ശേഷം തുറന്നേച്ചത് ഇങ്ങനെ കോരി വെച്ച് അത് നല്ല വെള്ള ചോറിൻ്റെ മേളിലേക്ക് ഇതങ്ങോട്ട് കോരി ഒഴിക്കണം. എൻ്റെ പൊന്നെ, എന്നാ മണമാണ് വരുന്നതെന്നറിയോ. അയ്യോ, ഒരു രക്ഷയില്ല. അപാര ഐറ്റമാണിത് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ എല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഗുമ്മ്. കണ്ടത് കണ്ടോ. ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. മുറിക്കാതെ ആണല്ലോ ഇട്ടപ്പോൾ കാണാനും ഭംഗി. ചുമ്മാ അലുവ കഷ്ണം പോലെ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് കഴിക്കാൻ എന്നെ ഒരു ഫീൽ. ആ അച്ചാറും കൂടെ ചേർത്ത്, ആ ചാറും തേങ്ങാക്കൊത്തും ഒക്കെ ചേർത്ത് അങ്ങോട്ട് കഴിക്കണം. എൻ്റെ പൊന്നേ, രുചി എന്ന് പറഞ്ഞുണ്ടല്ലോ, അപാരമായ രുചിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇത് ശരിക്കും ഇതിൻ്റെ പല വകഭേദങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഈ അക്കിലോമി ഇക്കിലിയുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾ മറക്കാതെ ചെയ്ത് നോക്കുക. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങളൊക്കെ ഇതിൻ്റെ ഫാനായി മാറും. അത്ര രുചിതുണ്ട്. എൻ്റെ സോഫ്റ്റ് ആയിട്ട് അത് വരുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഈ കൂന്തലെന്ന് പറഞ്ഞ സാധനം 1-2 മിനിറ്റ് കുക്ക് ചെയ്യണം, അല്ല അരമണിക്കൂർ കുക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെ സോഫ്റ്റ് ആകത്തുള്ളൂ. ചങ്ക പേജ് മറക്കാമെന്ന് ഫോളോ അടിച്ചേക്കണം. ഈ പാല് ഓറഞ്ചുള്ള ഐറ്റം നോക്കിയോ.